അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർ അകത്ത് തീപ്പൊരി ഉള്ളവരാണ്. പുറത്ത് കാമായി തോന്നും, പക്ഷെ ഉള്ളിൽ അംബീഷൻ ഭയങ്കരമായിരിക്കും. ഒരിക്കൽ ലക്ഷ്യം തീരുമാനിച്ചാൽ സ്ലോ ആയാലും ഉറപ്പായും അവിടെ എത്തും. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെ ഡീപ്പാണ്. അതുകൊണ്ട് തന്നെ ബിട്രയൽ ഇവരെ ഉള്ളിൽ നിന്ന് തകർക്കും. പവർ, പൊസിഷൻ, റെസ്പെക്റ്റ് ഇതിനെല്ലാം വലിയ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഒരാളെ വിശ്വസിച്ചാൽ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യും. പക്ഷെ ഒരിക്കൽ ട്രസ്റ്റ് പൊട്ടിയാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല. പലരും ഇവിടെ സോഫ്റ്റ് എന്ന് തെറ്റിദ്ധരിക്കും, പക്ഷെ അവസരം വന്നാൽ സ്ട്രാറ്റജിക് മൂവ് കിടിലനായിരിക്കും. സൈലൻസ് ആണ് ഇവരെ വലിയ വെപ്പൺ. സംസാരിക്കാതെ തന്നെ ആളുകളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ജനുവരി മാസം ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് മന്തായിരുന്നു. ഒരുപാട് ഓവർ തിങ്കിങ്, ഞാൻ ഇത്ര എഫേർട്ട് ഇടുന്നത് വിലമതിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം, ചിലർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, മൂഡ് സ്വിങ്സ് എന്നിവ ഉണ്ടായിട്ടുണ്ട്. കരിയറിലാണെങ്കിലും ജോബിലാണെങ്കിലും വർക്ക് പ്ലേസ് റെക്കഗ്നിഷൻ കിട്ടാത്ത പോലെ തോന്നിയിരിക്കാം. ബോസ്, അതോറിറ്റി ഫിഗറിനോട് സൈലൻറ്റ് ഫ്രസ്ട്രേഷൻ. ജോബ് ചേഞ്ച് ആലോചിച്ചവരുണ്ടാവും, പക്ഷേ ഡിസീവ് സ്റ്റെപ്പ് എടുക്കാൻ പേടി. റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് വന്നു, സംസാരിച്ചാലും കണക്ഷൻ ഒരു മിസ്സിങ്. ചിലർക്ക് പഴയ ആളെക്കുറിച്ചുള്ള തോട്ട്സ് വീണ്ടും വന്നു കാണും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം സ്റ്റേബിൾ തന്നെയാണ്, പക്ഷേ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് ആയിരുന്നു. ഹെൽത്ത്, ഫാമിലി, റിപ്പയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സേവിങ്സ് ടച്ച് ചെയ്യേണ്ട അവസ്ഥ വന്നു. ജനുവരിയിലൊരു പാഠമെന്ന് പറയുന്നത് എല്ലാവരും സന്തോഷിപ്പിക്കാനുള്ള ബാധ്യത നിനക്കില്ല. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഇന്നർ സ്ട്രെങ്ത് എന്തായാലും പുറത്തു വരും. അതോറിറ്റി ഫിഗറിൻ്റെ സപ്പോർട്ട് എന്തായാലും കിട്ടും. ജനുവരിയിൽ വാല്യൂ ചെയ്യാത്ത ഒരാൾ ഫെബ്രുവരിയിൽ തന്നെ അപ്രോച്ച് ചെയ്യും. ജോബ് ചേഞ്ച് ആലോചിച്ചവർക്ക് ഇൻ്റർവ്യൂ കോൾ റെഫറൻസ് ഉണ്ടാവും. ഗവൺമെൻറ്, കോർപ്പറേറ്റ് ലീഡർഷിപ്പ് റോൾ ഉള്ളവർക്ക് പവർ ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ എന്തായാലും അമ്പിളായിട്ടിരിക്കേണ്ട സമയം അല്ല. നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ വില എന്തായാലും ഷോ ചെയ്തേ പറ്റുകയുള്ളൂ. റിലേഷൻഷിപ്പിൽ എന്തായാലും ക്ലാരിറ്റി ഉള്ള മാസമാണ്. ടോക്സിക് ബോണ്ടാണെങ്കിൽ ബ്രേക്ക് ഓർ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. ജെന്യുവൻ ബോണ്ടാണെങ്കിൽ ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് ടോക്കും ഉണ്ടാവും. സിംഗിൾസിന് വർക്ക് പ്ലേസ്, ഫ്രണ്ട് സർക്കിൾ വഴി ഒരു സ്ട്രോങ് അട്രാക്ഷൻ കിട്ടും. ഈ മാസം കൂടുതലൊരു ഡൊമിനൻ്റ് പാർട്ട്ണർ തന്നെയായിരിക്കും. കൺട്രോൾ കൈവിട്ട് കൊടുക്കാണ്ടിരിക്കുന്നത് നല്ലത്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം കുറച്ച് ഇമ്പ്രൂവ് ആവും. കടം കൊടുത്ത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ചോദിക്കണതിന് ഒരു മടിയും കാണിക്കണ്ട. കമ്മീഷൻ, ഇൻസെൻറ്റീവ്, ബോണസ് ചാൻസ് എല്ലാം ഉണ്ട്. സ്മാൾ റിസ്ക് എടുത്താൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ബ്ലൈൻഡ് റിസ്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഷോ ഓഫിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് എന്തായാലും അവോയ്ഡ് ചെയ്യണം. സൈലൻറ്റ് വെൽത്ത് ബിൽഡാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഫെബ്രുവരിയിൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഓൾഡ് ക്ലൈൻറ്റ് കോണ്ടാക്റ്റ് ഒക്കെ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ന്യൂ ഐഡിയ ജനുവരിയിൽ തോന്നിയത് ഫെബ്രുവരിയിൽ ആക്ഷൻ ആക്കാനും സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മാർച്ചിലേക്ക് നീണ്ടു പോവുകയും ചെയ്യും. ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, ഓൺലൈൻ റീച്ച് സ്റ്റാർട്ട് ചെയ്ത നല്ല ഗ്രോത്താണ്. ഫ്രണ്ട്ഷിപ്പിൽ മണി മിക്സ് ചെയ്യുമ്പോൾ എഗ്രിമെൻറ്റ് ക്ലിയർ ആക്കിയേ പറ്റുള്ളൂ, അതെന്ത് ഫ്രണ്ടായാലും ശരി. വിദ്യ അഭ്യസിക്കണവരാണെങ്കിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഫെബ്രുവരിയിൽ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും. കോമ്പറ്റേറ്റീവ് എക്സാം, ഇൻ്റർവ്യൂ, പെപ്പ്, ഗുഡ് ഫേസ് ഒക്കെ എന്തായാലും. വൺ മെൻറ്റർ ഗൈഡ് ലൈഫിൽ എന്തായാലും വരും. സ്റ്റഡി, ഓൺലൈൻ കോഴ്സ്, തിങ്കിങ് സ്ട്രോങ് ആവും. നിങ്ങളൊരു സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിയല്ല, നിങ്ങൾ സൈലൻസ് കൊണ്ട് എംപയർ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതെപ്പോഴും മനസ്സിൽ ഓർമ്മിക്കട്ടെ.